ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. പലരും വന്നിട്ട് അവരവരുടെ സങ്കടം പറയുന്ന കൂട്ടത്തിൽ അനേകം തവണ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ വിധി ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ തലവര ശരിയല്ല എന്നൊക്കെ. ഇത് നമ്മളിൽ പല ആളുകളും ദിവസത്തിൽ പല ആളുകളിൽ നിന്നും പല തവണ കേൾക്കാറുമുണ്ട്. ചില ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാനുണ്ടാകും, നിൻ്റെ എവിടെയെങ്കിലും വരച്ച വര എൻ്റെ തലയിലെങ്കിലും വരച്ചാൽ മതിയായിരുന്നു എന്ന്. എന്താണല്ലേ ആളുകൾ, ഞാൻ രക്ഷപ്പെട്ടാൽ അത് എൻ്റെ തലവിധി, ഞാൻ കഷ്ടപ്പെട്ടാലോ അതും എൻ്റെ തലവിധി. ചിലപ്പോൾ ഒരു രോഗം വന്നാൽ അത് എൻ്റെ വിധിയാണ്. നല്ല ജോലി കിട്ടിയില്ല എങ്കിൽ ഒരു അപകടം വന്നാൽ അത് എൻ്റെ തലവിധി. ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതെല്ലാം എൻ്റെ തലവിധിയാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിധിയെ ചാരി ജീവിതം പരിഭവങ്ങളും പരാതികളും പറഞ്ഞ് ജീവിച്ച് തീർക്കുന്നവരാണ് അധികം ആളുകൾ. അപ്പോൾ ഇതെല്ലാം വിധിയല്ലേ എന്ന് ചോദിച്ചാൽ തലവിധിയെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത അല്ലെങ്കിൽ തിരുത്തുവാൻ പറ്റാത്തത്. രണ്ടാമത്തത് നമുക്ക് തിരുത്തുവാൻ പറ്റുന്നത്. തിരുത്തുവാൻ പറ്റാത്തത്, ഞാനൊരു പുരുഷനായി ജനിച്ചു എന്നത് എൻ്റെ വിധിയാണ്. കാരണം അത് ഞാൻ വിചാരിച്ചാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കണമെന്നില്ല. അത് എൻ്റെ വിധിയാണ്. ഞാൻ ആരുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളത്, എൻ്റെ വാപ്പയുടെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ മകനായിട്ട് ജനിച്ചു എന്നത് എൻ്റെ വിധിയാണ്. ഞാൻ ഏത് നാട്ടിൽ ജനിച്ചു, ഞാൻ സമ്പത്തുള്ള കുടുംബത്തിലാണോ അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത കുടുംബത്തിലാണോ ജനിച്ചത്, അതെല്ലാം എൻ്റെ വിധിയാണ്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം അത് ഞാൻ തന്നെയാണ്. അതായത് ഞാനിപ്പോൾ ദാരിദ്ര്യത്തിലാണ് എങ്കിൽ അത് എൻ്റെ വിധിയല്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ അത് എൻ്റെ വിധിയല്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ എനിക്ക് രോഗം വരുന്നത് പോലും എൻ്റെ വിധിയല്ല, ഞാൻ എൻ്റെ ആരോഗ്യത്തെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാകാം. അതായത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിധി എന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ് എന്നർത്ഥം. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, പഠനം, സമ്പാദ്യം, ജീവിതം, വീട്, കാറ് എന്നിങ്ങനെയുള്ള എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാത്തതിന് കാരണം അത് നമ്മുടെ വിധിയല്ല. കാരണം കാറില്ല എങ്കിൽ അതെൻ്റെ വിധി എന്നല്ല പറയേണ്ടത്, ആ കാറ് വാങ്ങുവാനുള്ള ഹാർഡ് വർക്ക് ഞാൻ കൃത്യമായി നടത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കാറ് വാങ്ങുവാൻ വേണ്ടി കൃത്യമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാർ ഉണ്ടാകുമായിരുന്നു. ഇതിനൊക്കെ വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും എൻ്റെ വിധി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് ഇതെൻ്റെ വിധിയാണ് എന്ന് പറയാൻ തോന്നുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ വിധിയാണോ എന്ന്, അല്ലെങ്കിൽ ഇത് എനിക്ക് തിരുത്തുവാൻ പറ്റുന്ന കാര്യമാണോ എന്ന്. നോക്കുക, ഞാനിപ്പോൾ പറഞ്ഞ വിദ്യാഭ്യാസമാകട്ടെ, വീടാകട്ടെ, നല്ല ജോലിയാകട്ടെ, കാറാകട്ടെ, നല്ല കുടുംബമാകട്ടെ, ഇതെല്ലാം നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാതെ കഠിനാധ്വാനം ചെയ്യാതെ വിധിയെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇനി നിങ്ങൾക്ക് ജന്മനാ കൈയില്ല, കാലില്ല, കണ്ണില്ല, ചെവി കേൾക്കില്ല, ഇതൊക്കെയാണ് എങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വിധി ആയിരിക്കാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീടും കാറും ഒന്നും ഇല്ലാത്തത് നിങ്ങളുടെ വിധിയല്ല, നിങ്ങൾക്ക് പണി ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനുള്ള മടിയാണ് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കൂ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ ജനിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ജനിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിധിയാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ ജനിക്കുക എന്നത്. പക്ഷേ നമ്മുടെ ചുറ്റും കണ്ണില്ലാതെ എത്രയോ ആളുകളാണ് മനോഹരമായി ജീവിക്കുന്നത്. അതായത് ജനിക്കുമ്പോൾ കണ്ണില്ലാത്തത് അദ്ദേഹത്തിൻ്റെ വിധിയാണ് എങ്കിൽ പിന്നീട് എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മനോഹരമാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി, എനിക്ക് കഷ്ടകാലമാണ്, എൻ്റെ തലവര ശരിയില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളുടെ തലവര മാറ്റുവാനുള്ള പൂർണ്ണ കഴിവ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി നിരന്തരം നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിരന്തരമുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ തലവര തന്നെ മാറ്റും. നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, വീണ്ടും വീണ്ടും പരിശ്രമിക്കുക, പിന്നെയും പരിശ്രമിക്കുക. എവിടം വരെ എന്നാൽ എവിടെയാണോ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം സാധിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.